നമസ്കാരം. അനന്തപുരി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തോമസ് ചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച മാർച്ച് അക്രമാസക്തമായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജും ജലപീരങ്കിയും ഉപയോഗിച്ചു. അത്യാഹിത വിഭാഗത്തിന് പുറത്ത് ആംബുലൻസിൽ കാത്തുകിടക്കേണ്ടി വന്നത് 2 മണിക്കൂർ. കൊല്ലം പന്മന സ്വദേശി അമീൻ ഷായ്ക്കാണ് ദുരനുഭവം. പിന്നീട് ഭവിഷ്യത്ത് മനസ്സിലാക്കിയ അധികൃതർ സർജറി ICUവിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. ഹോട്ടലുകളിൽ GST വെട്ടിച്ചുരുക്കിയേക്കും. അസമിൽ നടക്കുന്ന GST കൗൺസിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യത. ഭാരതസഭയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക്. ഇൻഡോറിലായിരുന്നു വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി പദവി പ്രഖ്യാപനം. വാർത്തകൾ വിശദമായി. തോമസ് ചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ മാർച്ച് അക്രമാസക്തം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജും ജലപീരങ്കിയും പ്രയോഗിച്ചു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രകാശ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കായൽ കയ്യേറി റിസോർട്ടിലേക്ക് റോഡ് നിർമ്മിച്ച മന്ത്രി തോമസ് ചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർക്കുവേണ്ടിയാണ് ഇവരെ സംരക്ഷിക്കുന്നത്? പ്രിയപ്പെട്ട പിണറായി, കേരളത്തിന്റെ ബഹുമാനിയായിട്ടുള്ള മുഖ്യമന്ത്രി, അങ്ങാണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രമാണി. അങ്ങ് കേരളത്തിലെ പ്രമാണിമാരുടെ മുഖ്യമന്ത്രിയാണെന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. നിങ്ങൾ സംരക്ഷിക്കുന്നു. പ്രവർത്തകർ അക്രമാസക്തരാവുകയും ബാരിക്കേഡുകൾ തകർക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. ലാത്തിച്ചാർജിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തോമസ് ചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച മാർച്ച് അക്രമാസക്തമായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജും ജലപീരങ്കിയും ഉപയോഗിച്ചു. അത്യാഹിത വിഭാഗത്തിന് പുറത്ത് ആംബുലൻസിൽ കാത്തുകിടക്കേണ്ടി വന്നത് 2 മണിക്കൂർ. കൊല്ലം പന്മന സ്വദേശി അമീൻ ഷായ്ക്കാണ് ദുരനുഭവം. പിന്നീട് ഭവിഷ്യത്ത് മനസ്സിലാക്കിയ അധികൃതർ സർജറി ICUവിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. ഹോട്ടലുകളിൽ GST വെട്ടിച്ചുരുക്കിയേക്കും. അസമിൽ നടക്കുന്ന GST കൗൺസിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യത. ഭാരതസഭയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക്. ഇൻഡോറിലായിരുന്നു വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി പദവി പ്രഖ്യാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.